യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മളിരിക്കുന്ന സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നല്ല ചൂടും നല്ല ബുദ്ധിമുട്ടുമുള്ള ചില മേഖലകളുണ്ട്. ആ ഭാഗത്തിരിക്കുന്നവർ വിഷമം വിചാരിക്കരുത്. ഈ ചൂടും അതുപോലെ തന്നെ ഈ വേർപ്പും ഈ കഷ്ടപ്പാടും ഈ അധ്വാനം പല ആളുകൾ രാവിലെ വന്നിട്ട് പിന്നെ വീട്ടിലേക്ക് അധികം പോയിട്ടില്ല, ഭക്ഷണം കഴിക്കാതെ ഉപവാസം എടുത്ത് ഇവിടെ തന്നെ പ്രാർത്ഥനയിൽ കൂടുന്ന ആളുകളുണ്ട്. എല്ലാം ദൈവം ഇത് ഒരു അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തും. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എങ്ങനെയാണ്? ജ്ഞാനിയുടെ ഹൃദയം കണ്ണുനീരിൻ്റെ ഭവനത്തിലാണ്, മൂഢൻ്റെ ഹൃദയം ആഹ്ലാദത്തിൻ്റെ ഭവനത്തിലും. നമ്മളൊരു ജ്ഞാനിയാണോ മൂഢനാണോ എന്ന് ചില സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എല്ലാം ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാം സുഖമായിട്ട് നടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ മഴ പാടില്ല, വെയിൽ പാടില്ല, ചൂട് പാടില്ല, പൊടി പാടില്ല, എല്ലാം ഇങ്ങനെ ഈ വെള്ളരിക്ക പട്ടണം പോലെ ഉള്ളൊരു അന്തരീക്ഷമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഒരു നല്ല ജീവിതത്തിൻ്റെ ഒരു നല്ല ഹൃദയത്തിൻ്റെ ഒരു ലക്ഷണമല്ല. അത് വേദനയും ത്യാഗവും രോഗവും ബുദ്ധിമുട്ടും ക്ലേശവും എല്ലാം സഹിക്കാനുള്ളൊരു മനസ്സാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് വചനം പഠിപ്പിക്കുകയാണ് സഭാപ്രസംഗകൻ 7-ാം അധ്യായം 4-ാം വാക്യം. സഭാപ്രസംഗകൻ 7:4 പഠിപ്പിക്കുകയാണ്, ജ്ഞാനിയുടെ ഹൃദയം കണ്ണുനീരിൻ്റെ ഭവനത്തിലാണ്, മൂഢൻ്റെ ഹൃദയം ആഹ്ലാദത്തിൻ്റെ ഭവനത്തിലും. അവന് വേദന ഇഷ്ടമല്ല, അവന് ബുദ്ധിമുട്ട് ഇഷ്ടമല്ല, മഴ ഇഷ്ടമല്ല. മഴ വന്നാൽ പിന്നെ താല്പര്യമില്ല, വെയിൽ വന്നാൽ പിന്നെ താല്പര്യമില്ല, ചൂട് തണുപ്പ് ഇതൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയല്ല നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. ത്യാഗം എടുക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ജീവിതം. നോ പെയിൻ നോ ഗെയിൻ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് അവസാനം ചിരിക്കുന്ന, എന്നെ സ്കൂളിൽ പഠിപ്പിച്ച സമയത്ത് മാഷ് പറഞ്ഞത് എങ്ങനെയാണ്? അവസാനം ചിരിക്കുന്നവൻ നന്നായി ചിരിക്കും. അപ്പോൾ ഞാനിത് എൻ്റെ കൂട്ടുകാരൊക്കെ ചിരിക്കുന്ന സമയത്ത് അതായത് വെറുതെ ചുമ്മാ ലാലാപാടി നടക്കുന്ന സമയത്ത് ഞാൻ പോയി അവിടെ ഡ്യൂട്ടി ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. പഠിക്കേണ്ട കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞപ്പം സ്കൂൾ പാസ്സായി. അപ്പം നന്നായി ചിരിച്ച്. അപ്പം കുറേ പേര് നന്നായി കരഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു ഡ്യൂട്ടിയുണ്ട്, വചനം കേൾക്കുക. മരിക്കുന്നതിന് മുമ്പ് ആവതുള്ള കാലത്ത്, ശേഷിയുള്ള കാലത്ത് വചനം കേട്ട് നല്ല ദൈവകൃപ പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതിനുവേണ്ടി നമുക്ക് നല്ല കാലാവസ്ഥ, നല്ല സാഹചര്യങ്ങൾ, പന്തൽ, പരിപാടികളെല്ലാം ദൈവം ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അപ്പനും അമ്മയും മക്കളും കുട്ടികളുടെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരുന്ന് വചനം കേൾക്കാനുള്ള വിശാലമായ പന്തലും സൗകര്യങ്ങളെല്ലാം ദൈവം നമുക്ക് ദൈവത്തിൻ്റെ കരുണയാൽ ദയയാൽ ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല എന്ന വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി എപ്പോഴാണോ ദൈവം വിളിക്കുന്നത് അപ്പം തന്നെ പുറപ്പെട്ട് വന്നിരുന്ന് വചനം കേൾക്കണം. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. ഇപ്പം നമ്മൾ സോങ് ഷീറ്റ് എടുത്ത് വേഗം ഒരു പാട്ട് പഠിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട താഞ്ചം ബ്രദർ പാട്ട് പഠിക്കാൻ നമുക്ക് സഹായം തരും. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്ന രോഗികളുടെ നാഥൻ എന്നൊരു കാസറ്റും, അതുപോലെ തന്നെ കന്മഴ പെയ്യും മുമ്പേ, ഇതൊരു പ്രത്യേക സംഗതിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടത്? നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ നല്ല ആളുകളായതുകൊണ്ട്. ഞങ്ങൾ അട്ടപ്പാടിയിലൊക്കെ അവസാന കാലത്താണ് എത്തിച്ചേർന്നത്. 1 കോടി രൂപ മുടക്കി ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കലച്ചൻ്റെ നേതൃത്വത്തിൽ എടുത്ത ഒരു ഫീച്ചർ ഫിലിമാണ്. സിനിമാ നടന്മാരൊക്കെ അഭിനയിക്കുന്നൊരു സിനിമയാണിത്. ഞാൻ കുറേ 10-15 വർഷമായിട്ട് സിനിമ കാണാറേയില്ല. പക്ഷേ ഈ സിനിമ ഞാൻ കണ്ടു നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എല്ലാ വീടുകളിലും ഇത് കാണണം നല്ലതാണ്. ഇതിനകത്ത് പ്രമേയം ഇതാണ്: നമ്മുടെ വീട്ടിൽ വളരുന്ന നമ്മുടെ മക്കൾ ആദ്യ കുർബാന സ്വീകരിച്ച്, തൈലലേപനം സ്വീകരിച്ച്, കുർബാനയ്ക്ക് കൂടി ഓൾട്ടർ ബോയ് ആയി അങ്ങനെ വളരുന്ന നമ്മുടെ മക്കൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ, +1 +2 കഴിയുന്ന സമയത്ത് എങ്ങനെയാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത് എന്നാണ് ഈ പ്രമേയത്തിൽ ഇതിലെ ഒരു അടിസ്ഥാന പ്രമേയം. നിങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ച് കാണുന്നത് നല്ലതാണ്. ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ കുറച്ച് കാസറ്റുകൾ ഇവിടെ ഉണ്ടാവുമായിരിക്കും. അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കന്മഴ പെയ്യും മുമ്പേ. ഇത് ആത്മീയമായ ഒരു ദൂത് നൽകുന്ന ഒരു കാസറ്റാണിത്. അതുകൊണ്ട് നിങ്ങൾക്കിത് ഈ കൺവെൻഷനോടനുബന്ധിച്ച് ലഭിക്കുന്നതാണ്. സാഞ്ചൻ ബ്രദർ വന്നിപ്പോൾ നമ്മളൊരു പാട്ട് പഠിപ്പിക്കും. നമുക്ക് പാട്ട് പഠിച്ച് വചന ശുശ്രൂഷയ്ക്ക് വേഗം ഒരുങ്ങാം. കസേര ഉള്ള സ്ഥലത്തെല്ലാം കസേരയൊക്കെ എടുത്തിട്ട് നല്ല നിങ്ങൾ നോക്കിക്കണ്ട് വേണ്ട പോലെ ഇരിക്കുക. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകരുത്. പ്രധാന വഴികളിലൊന്നും ഇരിക്കരുത്. രോഗികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം കൊണ്ടുപോകാനൊക്കെ ഉള്ള വഴിയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്ന് പെട്ടെന്ന് കൊണ്ടുപോകണമെങ്കിൽ ആ വഴിയൊക്കെ ഒന്ന് ഫ്രീ ആയി കിടന്നാലാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിക്കണ്ട് നിങ്ങൾ ഒഴിവുള്ള സ്ഥലം നോക്കി വേഗം ഇരിക്കുക. ധാരാളം ആളുകൾ ഇന്ന് വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ കിട്ടിയ സ്ഥലം വേഗം കരസ്ഥമാക്കി ഇരിക്കുക. എന്നാൽ ബാക്കിയുള്ളവർക്ക് ബാക്കി സ്ഥലത്ത് ഇരിക്കാൻ സമയം കിട്ടും. അതുകൊണ്ട് ആദ്യം വന്നവർ ഒരു കസേര പോലെ പ്പെടാതെ അതെല്ലാം ഫില്ല് ചെയ്ത് വേഗം ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കി പുറകോട്ട് പുതിയതായി വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യം ഉണ്ടാകുന്നതാണ്.
ബഹുമാനപ്പെട്ട ജോസ് താഞ്ചൻ ബ്രദർ അട്ടപ്പാടി സെക്യൂൺ ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ്റെ കൂടെ വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ ഒരു പ്രിയദാസനാണ്. ഈ ജോസ് താഞ്ചൻ ബ്രദർ വചനപ്രഘോഷണം നടത്തും, മറ്റ് ശുശ്രൂഷ ചെയ്യും. പക്ഷേ ഇപ്പോൾ കർത്താവ് സഭയോട് ചേർത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം, ഇനി കർത്താവിൻ്റെ സഭ എന്ത് ദൗത്യം തരുന്നു അത് ചെയ്യുക, വചനം പ്രഘോഷിക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെ മാത്രമല്ല, എന്താണോ സഭ നൽകുന്ന ഡ്യൂട്ടി അത് ചെയ്യുക എന്നൊരു കൃപയിലേക്ക് കർത്താവ് ഈ ദാസനെ ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത എങ്ങനെയാണ്, സഭയോട് ചേർന്ന് ചെയ്യുന്ന എല്ലാത്തിനും ഭയങ്കര ശക്തിയാണ്. ഈ സഹോദരൻ സഭയോട് ചേർന്ന് ഒരു ദിവസം ഓസ്ട്രേലിയ മെൽബണിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് സഭയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടപ്പോൾ ഒരാളെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിട്ടു. ആ ആളുടെ പ്രത്യേകത, അദ്ദേഹം 600 കിലോമീറ്റർ അകലയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ആ സഹോദരിയുടെ പ്രശ്നം ഏതാണ്, ശരീരം മുഴുവൻ തല തൊട്ട് താഴെ വരെ ഇങ്ങനെ ഒരു അലർജി രോഗം വന്നിട്ട് ഏതാണ്ട് ഈ ടാറിട്ട റോട്ടിലെ ആ കളറായിരുന്നു ശരീരത്തിൻ്റെ കളറ്. തൊലിക്ക് മുകളിൽ തൊലി അട്ടിയായിട്ട് ഇങ്ങനെ കറുത്ത് ഏതാണ്ട് അതായിരുന്നു സ്ഥിതി. അപ്പോൾ ഈ സഹോദരൻ എനിക്ക് പ്രാർത്ഥിക്കാൻ വിട്ടു. സഹോദരൻ പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പം ആ സഭയുടെ നിയോഗം എന്താണ് അത് ചെയ്യാം. അങ്ങനെ ഒരു മൂലയിരുന്നപ്പോൾ ഈ സഹോദരൻ അങ്ങോട്ട് കർത്താവായി യേശുവേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കരഞ്ഞ് കൈ അങ്ങോട്ട് വെച്ചു. ആ സഹോദരി പറയാണ്, വീട്ടിൽ ചെന്ന് നോക്കുമ്പം ഇതെല്ലാം പൊടിയായിട്ട് മാറി. ഓസ്ട്രേലിയയിലെ ശുശ്രൂഷകൾക്ക് ആ സഹോദരി പിന്നെ കുറച്ച് ദിവസങ്ങൾ ലീവ് എടുത്ത് എല്ലാ സ്ഥലത്തും വന്ന് ഈ കാര്യം ദൈവജനത്തോട് അറിയിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും സഭയെ അനുസരിച്ച് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെതായ ഒരു അത്ഭുത ശക്തി കർത്താവ് വർഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ സഹോദരൻ പറയുമ്പോൾ അനുസരിച്ചാൽ നിങ്ങൾ സഭയെ അനുസരിക്കും തുല്യമാണ്. കാരണം സഭയിലെ ക്രമീകരണം അങ്ങനെയാണ്. മാർപ്പാപ്പ പറയുമ്പോൾ അത് മെത്രാൻ സംഘങ്ങൾ ശ്രദ്ധിക്കും, മെത്രാൻ സംഘങ്ങൾ പറയുമ്പോൾ വൈദികർ ശ്രദ്ധിക്കും, വൈദികർ പറയുമ്പോൾ അത് ഇടവചനം ശ്രദ്ധിക്കും. ഇതൊരു കുടുംബ ബന്ധമാണിത്. വിധേയത്വം സഭയിലെ ദിവ്യമായൊരു വ്യവസ്ഥിതിയാണ്. ഹല്ലേലൂയ. അതല്ല, ഈ ദിവസങ്ങളിൽ നമുക്കത് പരിശുദ്ധാത്മാവ് അത് ഈ ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് ഒരു കൃപയായി പരിശുദ്ധാത്മാവ് നൽകും. പ്രത്യേകമായ അനുഗ്രഹത്താൽ കർത്താവ് നിറച്ചെടുക്കുന്ന ദൈവദാസനാണ് ബഹുമാനപ്പെട്ട ജോസ് താഞ്ചൻ ബ്രദർ. അദ്ദേഹം നമ്മളിപ്പോൾ ഈ ഗാനശുശ്രൂഷ നമ്മളെ സഹായിക്കും. നിങ്ങളിപ്പോൾ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുറച്ച് പേർക്ക് 3-4 പേർക്ക് ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സമയമുണ്ട്. സാക്ഷ്യപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് വഴി നമ്മുടെ കുടുംബത്തിന് അതിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാവും. ഇന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് കേട്ട് ഈ സമൂഹത്തിൽ ഒരാളിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം പ്രാപിച്ചാൽ അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്കും കിട്ടും. അതുകൊണ്ട് നമ്മൾക്ക് ദൈവം തന്ന ഓരോ ഇടപെടലുകളും നമുക്ക് വേണ്ടി മാത്രം തന്നിട്ടുള്ളതല്ല, അത് അനേകരുടെ ജീവിതത്തിലേക്ക് ദൈവം ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് മാത്രമാണ്. അത് നമ്മൾ മൂടി വെച്ചാൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രോജക്റ്റ്, വലിയൊരു പദ്ധതി അവിടെ വെച്ച് ബ്ലോക്ക് ആക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവം എന്നിൽ ആരംഭിച്ച, ദൈവം എന്നിൽ ചെയ്ത വൻ കാര്യങ്ങൾ കർത്താവിൻ്റെ സഭ ഒരുമിച്ച് കൂടുമ്പോൾ സഭയിൽ അത് വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. സാക്ഷ്യപ്പെടുത്താനുള്ളവർ ഈ സ്റ്റേജിൻ്റെ പുറകിലേക്കാണ് വരേണ്ടത്. കസേര റിസർവ് ചെയ്ത് വെക്കണം. അടുത്തുള്ളവരോട് പറയണേ കസേര സൂക്ഷിച്ച് വെക്കണമെന്ന് പറയണം. എന്നിട്ട് സ്റ്റേജിൻ്റെ പുറകിലേക്ക് വരണം. അവിടെ സാംസനജനുണ്ട്, അച്ഛൻ നിങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കണം. അപ്പോൾ അച്ഛൻ അത് നിങ്ങൾക്ക് ഇന്ന് പറയണോ നാളെ പറയണോ അല്ലെങ്കിൽ പിന്നെ ഒന്ന് എഴുതി തന്നാൽ മതിയോ, അതൊക്കെ അച്ഛനാണ് ഡിസൈൻമെൻ്റ് എടുത്ത ഒരു തീരുമാനം നിങ്ങൾക്ക് അറിയിക്കും. അതനുസരിച്ച് വേഗം നിങ്ങൾക്ക് ഇവിടെ വന്ന് പറയാൻ സമയം ഒരുക്കി തരുന്നതാണ്. നമ്മൾ പെട്ടെന്ന് സോങ് ഷീറ്റ് എടുക്കാം, പാട്ട് പഠിക്കാം. Praise the Lord. Hallelujah. Hallelujah. വലതു കരമുയർത്തി Hallelujah. 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 എല്ലാവർക്കും സുഖമാണോ? Praise the Lord. Praise the Lord. ഈ സായാഹ്നത്തിൽ നമ്മൾ സോങ് ഷീറ്റിലെ 4ാമത്തെ പാട്ടാണ് പാടി പഠിക്കുന്നത്. ഈ പാട്ട് പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത്ഭുതകരമായൊരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സമ്മാനിക്കുന്ന സമയമാണ്. ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും അത്ഭുതകരമായുള്ളൊരു വിടുതൽ ആവശ്യമാണ്. കർത്താവ് വിടുതൽ നൽകുന്ന ദൈവമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗാനം രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ വരികളും ദൈവവചനത്തോട് ബന്ധപ്പെടുത്തിയാണ്. വചനത്തോട് ബന്ധപ്പെടുത്തി ആരാധന സമൂഹം ദൈവത്തെ ആരാധിക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഒരു ഇടപെടൽ സമൂഹത്തിന്റെ മധ്യേ കടന്നു വരും. നമുക്കൊന്ന് ചേർന്ന് ആദ്യം ഈ ഗാനം ഒന്ന് പാടി കേൾക്കാം. കേട്ടതിന് ശേഷം പഠിച്ച് കൈയടിച്ച് ദൈവത്തെ ആരാധിക്കാം.
അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലഴിയട്ടെ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനുമെന്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ഞാനുമെന്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോങ് ഷീറ്റ് കയ്യിലെടുക്കുകയാണ്. ആദ്യം നമ്മളത് പാടുമ്പോൾ അല്പം കൂടി സ്വരമുയർത്തി, ഉള്ളിൽ നിന്ന് കുറേയും കൂടി ശക്തി ഉപയോഗിച്ച് ശബ്ദമുയർത്തി വേണം പാടാൻ. പാടുമ്പോഴാണ് അതൊരു അഭിഷേകമായിട്ട് മാറും. പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട്, പാട്ട് പാടാൻ തീരെ കഴിവില്ലാത്തവരുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കഴിവുകളും ദൈവജനത്തിൻ്റെ ഇടയിലേക്ക് അവിടുന്ന് വാരി വിതറും പരിശുദ്ധാത്മാവ്. അപ്പം നമുക്ക് സോങ് ഷീറ്റിലെ 4ാമത്തെ പാട്ട് അതിലേക്ക് നോക്കി ഈ പാട്ടിൻ്റെ വരികൾ ഒന്ന് പാടിത്തരും. എല്ലാവരും എളിമയോടുകൂടി ചേർന്ന് സ്വരമുയർത്തി പാടുമ്പോൾ അത് വലിയൊരു അഭിഷേകമായിട്ട് മാറും. നമുക്കൊന്ന് പഠിക്കാം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. എല്ലാവരും അത്ഭുതമായ വിടുതൽ. ഒരിക്കൽ കൂടെ. അത്ഭുതമായ യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. പാടുന്നു. യേശുവിൻ ബലിയുടെ അല്പം കൂടി ശക്തി ഉപയോഗിച്ച്. അത്ഭുതമായ യേശുവിൻ ബലിയുടെ അടുത്ത വരി. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. സ്വരമുയർത്തി. ഒരിക്കൽ കൂടെ. ബന്ധനമഴിയട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. എല്ലാവരും ചേർന്നോ? യേശുവിന്റെ അടുത്ത വരി. യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലഴിയട്ടെ.
യേശുവിന്റെ ഒരിക്കൽ കൂടെ യേശുവിന്റെ തിരുരക്തം അതിൽ രണ്ടാമത്തെ വരിയില് സാത്താനെ നീ നിത്യ നരകാഗ്നിയിലേക്ക് പോകൂ എന്ന് പറയുന്ന വരി വരുമ്പോൾ നമുക്ക് ഈ ഏറ്റവും കൂടുതൽ ശത്രുത നമ്മൾ ആരോട് പ്രവർത്തിക്കുന്നത്? സാത്താനോടാണ്. അപ്പം നമ്മളുടെ വലത് കരം ഉയർത്തി നമ്മളൊരു ദേഷ്യം വരുന്ന സമയത്ത് ഏത് വിരലാണ് മുന്നോട്ട് നീട്ടുക? ഈ വിരലാണ്. അപ്പം വലത് കരം ഉയർത്തിയേ. എല്ലാവരും വലത് കരം ഉയർത്തി ഈ വിരല് ഉയർത്തി പിടിക്കുന്നു. സാത്താനെ നീ നിത്യ നരകാഗ്നിയിലേക്ക് പോകുമ്പോൾ ഈ വിരലുകൊണ്ട് നമ്മളൊരു ദേഷ്യ പ്രകടനമാണത്. അതൊരു എത്ര കൂടി ആവേശത്തോടു കൂടി സാത്താനെ എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ നിന്ന്, എൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് മുഴുവൻ വിട്ടു പോവുക എന്ന് പറഞ്ഞ് കൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന് പാടുന്നു. സാത്താനേ നീ നിത്യ നരകത്തിൽ പോകൂ. ശക്തിയോടെ സാത്താനേ നീ ഞാനുമെന്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം പാടുന്നു. ഞാനുമെന്റെ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, സ്വരമുയർത്തി പാടുന്നു. ബന്ധനമഴിയട്ടെ, യേശുവിന്റെ ഞങ്ങളിൽ നിറയട്ടെ. എല്ലാവരും ചേർന്ന യേശുവിന്റെ തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. എല്ലാവരും ചേർന്ന തിന്മകളൊന്നും ഒരിക്കൽ കൂടെ തിന്മകളൊന്നും ഈശോയെ മരണത്തെ ജയിച്ചവനെ, രണ്ടു കരം ഉയർത്തി ഈശോയെ ഒരിക്കൽ കൂടെ ഈശോയെ. ഈശോ കൈകൾ താത്തി കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. എല്ലാവരും ചേർന്ന് കർത്താവായി ബന്ധനമഴിയട്ടെ, ബന്ധനം യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടതും വലതും ഇരിക്കുന്ന വ്യക്തിയോട് ഒന്ന് ഷെയ്ക്കൻ കൊടുത്ത് സുഖമാണോ എന്നൊന്ന് ചോദിച്ചേൻ. ഇടം വലം ഒന്ന് പരിചയപ്പെടുക, ഒന്ന് ചിരിക്കുക സന്തോഷത്തോടു കൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളുള്ളവരെല്ലാവരും നന്നായി ആരോഗ്യം ഉപയോഗിച്ച് നന്നായി കരഘോഷം മുഴക്കി ഒന്ന് കൈയടിച്ച് ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്ത് ഒരു വലിയ ആരവത്തോട് കൂടെ കൈകളടിക്കുന്നു, കൈകൾ ഉയർത്തിയടിക്കുന്നു വലിയ ശക്തിയോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ പാട്ട് പാടുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി ഹൃദയം തുറന്ന് സ്വരമുയർത്തി ശബ്ദമുയർത്തി സഭയോട് ചേർന്ന് എല്ലാവരും വലിയൊരു ആഗ്രഹത്തോടെ തുറന്ന്
ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ നിന്ന് കൈയടിക്കാൻ പാടില്ല. നമ്മുടെ കാലുകൾ ഇടത്തോട്ടും വലത്തോട്ടും വെച്ച് നന്നായി കൈകൾ അടിക്കണം. കൈ അടിക്കുന്ന സമയത്ത് തന്നെ ഇടത്തോട്ടും വലത്തോട്ടും കൈകൾ അടിക്കുക. ഒന്ന് ഇടത്തോട്ടും വലത്തോട്ടും ഒന്ന് കൈയടിച്ച് നോക്കിയേ. കൈ അനങ്ങുന്നുണ്ടോ, അടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇടത്തോട്ടും വലത്തോട്ടും കൈകൾ അടിക്കുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും കാലുകളൊന്ന് നീക്കി വെക്കുക. ഒരുവിധം എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്നാലും എല്ലാവരും ഒരു നാണത്തിൽ നിന്ന് രക്ഷപ്പെടാനുണ്ട്. അല്പം കൂടി നാണവും ലജ്ജയൊന്നും മാറ്റിയാൽ ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരും. നമ്മൾ തന്നെ നിയന്ത്രിക്കാതെ ഈ അഭിഷേകത്തിന് വിട്ടുകൊടുത്താൽ നമ്മെ തന്നെ മറന്ന് ദൈവത്തെ ആരാധിക്കും. അതാണ് ദാവീദ് രാജാവ് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ തന്നെ മറന്ന് ചണനൂലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു അരക്കച്ച മാത്രം ചുറ്റി ദൈവത്തെ ആരാധിച്ചപ്പോൾ ആത്മാവ് കൊണ്ട് നിറയപ്പെട്ടു. ഈ സായാഹ്നത്തിൽ നമ്മളെ തന്നെ മറന്ന്, നമ്മുടെ ജീവിതത്തെ മറന്ന് ഒരു ആത്മീയ വിടുതൽ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പൊ നമ്മുടെ പിടുത്തങ്ങളെല്ലാം നമ്മൾ വിടുക, നമ്മുടെ ശരീരത്തെ ഒന്ന് നോർമലാക്കുക. വളരെ സന്തോഷത്തോടുകൂടി, വലിയ ആനന്ദത്തോടുകൂടെ മലാക്കി 4:2 തൊഴുത്തിൽ നിന്ന് കെട്ടഴിഞ്ഞു വരുന്നവരെ പശുക്കിടാവെന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. പ്രൈസ് ദി ലോർഡ്. ഒരു നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി, ഒരു എളിമയുടെ മനസ്സോടുകൂടി, താൻ പൊലിമ ഭാവം മാറ്റി ഒരു ആത്മാവിന്റെ ചൈതന്യത്തിൽ നിന്നുകൊണ്ട് സഭയുടെ കൂട്ടായ്മയിൽ എളിമ എവിടെയുണ്ടോ അവിടെ അഭിഷേകം ചൊരിയപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്നായി കൈകൾ അടിച്ച് ഈ ഗാനം ആലപിക്കുന്ന സമയത്ത് ആത്മാവ് എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് തുള്ളിച്ചാടിയോ കൈ ഉയർത്തിയോ ശരീരം ഇളകിയോ എങ്ങനെ ആർക്ക് ഈ ആത്മാവിന്റെ സ്വാതന്ത്ര്യം കിട്ടുന്നുവോ ആ കിട്ടുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് ഉപയോഗിക്കുക. സ്വാതന്ത്ര്യം എവിടെയുണ്ടോ അത് ഉപയോഗിക്കുമ്പോഴാണ് അഭിഷേകം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നന്നായി ഒന്ന് ദൈവജനം മുഴുവനും കൈയടിക്കുകയാണ് ശക്തിയോടുകൂടി. ഈ ഗാനം ആലപിച്ച് തീരുന്നത് വരെ വലിയ ശക്തിയോടെ കൈകളടിക്കട്ടെ. ഓ പവർ, ഹല്ലേലൂയ. ഇടത്തോട്ടും വലത്തോട്ടും കൈകളടിച്ച് ശരീരം ഇളകി ആടി. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. കൈകൾ ഉയർത്തിയടിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ കൈകൾ താത്തിയടിച്ച് ഇടത്തോട്ട് മനത്തോട്ട് കാലുകൾ വെച്ച് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആനന്ദത്തോടെ പുഞ്ചിരിയോടെ വലിയ അഭിഷേകത്തോടെ ഇടതും വലതും തിരിഞ്ഞു കൈയടിക്കുക. തിരുരക്തത്ത അടിമ ചങ്ങലാഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്ത അടിമ ചങ്ങലാഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്ത അടിമ ചങ്ങലാഴിയട്ടെ.
ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, വലിയ ശക്തിയോടെ യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ഇടതും വലതും നിൽക്കുന്ന വ്യക്തിയുടെ തോളിൽ കൈവയ്ക്കുക. ഇടതും വലതും നിൽക്കുന്ന വ്യക്തിയുടെ തോളിൽ കൈവയ്ക്കുക. ഒരേ കൂട്ടായ്മയിൽ സഭയോട് ചേർന്ന് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ കൂട്ടായ്മയിൽ അനകാത്ത ആട് ഒന്ന് ആടിക്കൊടുക്കുക. സ്നേഹത്തിന്റെ കൂട്ടായ്മ വരട്ടെ, പരസ്പരം ഐക്യം വരട്ടെ. ഒരുമയോടുകൂടി കൈകൾ കോർത്തു പിടിച്ച് നന്നായി ആടുക. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. മരണത്തെ ജയിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഇതായി കൺവെൻഷൻ പന്തലിന്റെ നെടുകയും കുറുകയും സഞ്ചരിക്കുന്ന സമയം ഇതാ സഭയുടെ അപ്പോസ്തോലിക കൂട്ടായ്മ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അഭിവന്യ പിതാവിനോടൊപ്പം വൈദികരോടൊപ്പം സിസ്റ്റേഴ്സിനോടൊപ്പം ആരാധന സമൂഹം ഒരുമിച്ച് അവിടുന്ന് ബലിപീഠത്തിന്റെ ചുറ്റിലും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തെ, വിടുതൽ നൽകുന്ന നാമത്തെ ഉറക്കെ വിളിച്ച് ആരാധിക്കുന്നു. കൈകൾ വിളിക്കുക, യേശുവേ. ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ സമ്മേളിച്ചിരിക്കുന്ന ഏതാണ്ട് 800-ലധികം കുട്ടികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നവ്യമായ അഭിഷേകം വ്യാപരിക്കുന്നു. എതിർപ്പിന്റെയും മല്ലടിക്കുന്നതിന്റെയും അനുസരണക്കേടിന്റെ അരൂപികൾ വിട്ടുപോകുന്നു. ദൈവകൃപയുടെ അനുസരണത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വ്യാപരിക്കുന്നതായി വെളിപ്പെടുന്നു. ശരീരത്തിൽ എന്തോ വലിഞ്ഞു മുറുക്കി കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന 280ഓളം പേരുടെ ശരീരത്തിൽ നിന്ന് അപ്രകാരമുള്ള ബന്ധനങ്ങൾ അഴിയുന്നു. ഒരു ആത്മീയ സ്വാതന്ത്ര്യം ഇപ്പോൾ വ്യാപരിക്കുന്നതായി വെളിപ്പെടുന്നു.
സ്വാതന്ത്ര്യത്തോടെ യേശുവിനെ വിളിച്ചുകൊണ്ടിരിക്കുക. സഭയോടും സഭയിലെ പൗരോഹിത്യത്തോടും മാനസികമായി അടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ഭിന്നമായ കാഴ്ചപ്പാടിൽ കഴിഞ്ഞിരുന്ന 26 പേരുടെ ഉള്ളിൽ നിന്ന് അപ്രകാരമുള്ള ബന്ധനങ്ങൾ അഴിയുന്നു, വിടുതൽ പ്രാപിക്കുന്നതായി വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, എല്ലാ ദൈവമക്കളും സമസ്ത വേദനകളിലേക്കും രോഗങ്ങളിലേക്കും കുടുംബത്തിന്റെ അവസ്ഥകളിലേക്കും ഇപ്പോൾ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ആയിരിക്കുന്ന ഓരോ മക്കളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളിലേക്കും യേശുവിന്റെ അത്ഭുതമായ ഇടപെടലിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, 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 യേശുവേ. എല്ലാവരും ഉറക്കെ വിളിക്കുക. യേശുവേ, യേശുവേ, യേശുവേ. ഉറക്കെ വിളിക്കുന്നു. യേശുവേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കരങ്ങൾ ഉയർത്തി ഇന്ന് ഈ സമൂഹത്തിലായിരിക്കുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നമ്മുടെ അഭിമന്യ പിതാവിന് വേണ്ടി, പിതാവിന്റെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അതുപോലെ എല്ലാ വൈദികർക്ക് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് നമുക്ക് പരസ്പരം സ്തുതി കൊടുക്കാം. ഇരിക്കാം.